എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഒബീട്ടോയുടെ ബോഡിയിലെ എല്ലാ ടെയിൽഡ് ബീസ്റ്റുകളെയും കുട്ടപ്പൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഒബീട്ടോ, ഇപ്പോഴെങ്കിലും നീ ഇത് മനസ്സിലാക്കണം. നിന്റെ പാത അത് തെറ്റാണ്. പക്ഷെ ഞാനും നീയും തമ്മില് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഹൊക്കാഗെ ആവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അനാഥരായി വളർന്നിട്ടും നമ്മള് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ല. പക്ഷെ നീ ആ ഒരു ഇൻസിഡന്റിന് ശേഷം തെറ്റായ പാതയിലാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും നീ തിരിച്ചറിയണം. നിനക്ക് ആക്ച്വലി ഒന്നും നഷ്ടമായിട്ടില്ല. നീ ലീഫ് വില്ലേജിലെ ഒരു ധീരനായ ഷിനോബിയാണ്. നിനക്കും എനിക്കും ആരുമില്ലാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്. ഈ ലീഫ് വില്ലേജിലെ എല്ലാ ജനങ്ങളും ഉണ്ട്. സോ ഇനിയെങ്കിലും നീ ശരിയായ പാതയിലേക്ക് വരണം. തിനോപീട്ടോ ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പാത എന്തോ അതെനിക്കറിയാം. അതാണ് എന്റെ ശരി. കള്ളത്തരത്തിന്റെയും യുദ്ധങ്ങളുടെയും ഈ വൃത്തികെട്ട നാട്, ഈ വൃത്തികെട്ട ലോകം അതെനിക്കില്ലാതാക്കി പുതിയ ലോകം സൃഷ്ടിക്കണം. അതിനുശേഷം ഞാനായിരിക്കും ആ പുതിയ ലോകത്തിന്റെ അൾട്ടിമേറ്റ് കോഡ്. എന്റെ ലക്ഷ്യവും നീ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹൊക്കാഗെയായി മാറണം എന്നാണ്. പക്ഷെ ഇവിടെ ഹൊക്കാഗെ അല്ല, മറിച്ച് കോഡാണെന്ന് മാത്രം. അതുപോലെ തന്നെ എന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ ചെറുതായിട്ട് ഒന്ന് ഷോർട്ട് കട്ട് ചാടുന്നു. ഉറപ്പായിട്ടും എന്റെ മാർഗം അത് ലക്ഷ്യത്തെ സാധൂകരിക്കും. അത് കേട്ട് നറൂട്ടോ ചിരിക്കും. ഒരിക്കലും ഒരു നല്ല ഗോഡോ ഹൊക്കാഗെയോ ജനങ്ങളുടെ ഡെഡ് ബോഡിക്ക് മുന്നിലൂടെ കണ്ണുടച്ച് നടന്നു വരില്ല. അവരുടെ ബോഡി അത് ചവിട്ടി മിതിക്കില്ല. ഒരിക്കലും ഹൊക്കാഗെ ആവാനും ഗോഡാവാനും ഷോർട്ട് കട്ടില്ല. മുൻപിലുള്ള ശരിയായ പാത, അവിടെ എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ താണ്ടി വേണം മുൻപോട്ട് വരാൻ. അങ്ങനെ വന്നാൽ മാത്രമേ ലൈഫിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തളരാതെ നിവർന്നു നിൽക്കാൻ കഴിയൂ. അതിലൂടെ മാത്രമേ ജനങ്ങളുടെ വിശ്വാസവും നേടിയെടുക്കാൻ കഴിയൂ. ഒരുപക്ഷെ റിന്ന് അവളിപ്പോൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വഴി നടക്കാൻ അവൾ നിന്നെ അനുവദിക്കില്ലായിരുന്നു. റിന്നിനോടുള്ള ഇഷ്ടം അത് ആത്മാർത്ഥമാണെങ്കിൽ ഇപ്പോഴെങ്കിലും നിന്റെ തെറ്റ് തിരുത്തി നീ ശരിയിലേക്ക് മടങ്ങി വരണം. അതിനൊബീട്ടോ അവൻ പറയും, റിന്ന് അവൾ എനിക്ക് എല്ലാമായിരുന്നു. ആക്ച്വലി അവൾ നഷ്ടപ്പെട്ടതാണ് എൻ്റെ ലൈഫിനെ ഇങ്ങനെ മാറ്റിമറിച്ചത്. ഓറോച്ചിമാറുവിൻ്റെ ബോഡി സ്വീകരിച്ച് ഞാൻ ഇങ്ങനെയായി മാറിയതിന് കാരണവും അത് തന്നെയാണ്. ഉടനെ കാക്കാഷി ആളിപ്പോ ഒബീട്ടോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് കാക്കാഷിയും ഇപ്പൊ ഒരുപാട് കാര്യങ്ങള് ഒബീട്ടോട് പറയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹാസറാമെ കാണിക്കും. ആളാണെങ്കില് ആളുടെ ഫുൾ പവർ എടുത്ത് മാധുരയായി ഒരിഞ്ഞ അട്ടിയേട്ടി ബഹളം. മാധുര അവനിപ്പോ വലിയൊരു ലോക്കില് അങ്ങനെ പെട്ടുകിടക്കാണ്. പക്ഷെ അവനാണെങ്കില് ഒരു കൂസലും ഇല്ലാതെ ഹായായി ഹാസറാമയെ നോക്കി നിൽക്കും. അതേസമയം ഒബീട്ടോ അവനാണെങ്കില് ടെൻറ്റയില് അവന്റെ ബോഡി വിട്ട് പോയതുകൊണ്ട് തന്നെ ബോഡിയിൽ ഒരുപാട് വേദന അനുഭവപ്പെടും. അത് കണ്ട് നയൻറ്റയിലെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. നയൻറ്റയിൽ പറയും, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഒബീട്ടോയുടെ ബോഡിയിൽ ഇപ്പോഴും ആ ഒരു കേഡർ സ്ട്രെച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് എപ്പോ വേണമെങ്കിലും ടെൻറ്റയിലായി മാറാൻ കഴിയും. മാത്രമല്ല ആ ഗൈഡർ സ്ട്രെച്ചുവിന് ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. മിനിട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. മിനിട്ടോ ചോദിക്കും, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? അതിന് നയൻറ്റയിൽ പറയും, ഞങ്ങൾ എല്ലാവരും ആ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ ബോഡിയിലാണ് ഒരുപാട് കാലം ജീവിച്ചത്. ഞങ്ങൾ 9 കഷ്ണങ്ങളാക്കി മുറിച്ചാണ് 9 ബീസ്റ്റുകളെ ആള് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം 9 ബീസ്റ്റുകളെയും പുറത്തേക്ക് അബ്സോർബ് ചെയ്തെടുത്തതിന് ശേഷം പതിയെ പതിയെ ആളുടെ സ്ട്രെങ്ത് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു. അധിക നാള് അദ്ദേഹത്തിന് ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നില്ല. കട്ട് ചെയ്ത ഒബീട്ടോ അവനിപ്പോ അവന്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് അങ്ങനെ പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാക്കാഷി അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ഒബീട്ടോയെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും ഒബീട്ടോ അവൻ 2 കൈയും ചേർത്ത് പിടിച്ച് എന്തോ ഒരു ജിപ്സ് ക്രിയേറ്റ് ചെയ്യും. കാക്കാഷിക്കാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. കാക്കാഷി ചോദിക്കും, ഒബീട്ടോ നീ എന്താ ചെയ്യണേ? അതിന് ഒബീട്ടോ പറയും, എന്റെ എനിമി ചെയ്ത ഒരു ജിപ്സു ആണിത്. ഇതേ ജിപ്സു ഞാനും ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാനും ഇപ്പൊ അവന്റെ അവസ്ഥയിൽ പെട്ട് കിടക്കുകയാണ്. ഇത് ആക്ച്വലി എന്റെ റീബർ ജിപ്സു ആണ്. ഞാൻ ആരൊക്കെ കൊന്നിട്ടുണ്ടോ അവരെല്ലാവരും തിരികെ വരും. പക്ഷെ അതിനുശേഷം എനിക്ക് എന്റെ ജീവൻ അത് നഷ്ടാവും. കാക്കാഷി ആണെങ്കിൽ അത് കേട്ട് ഫ്രീസാവും. അവൻ ഒരു സെക്കൻഡ് നാഗട്ടോ മരിച്ച് ലീഫ് വില്ലേജിലുള്ള എല്ലാവർക്കും ജീവൻ തിരികെ കൊണ്ടുവന്ന ആ ഒരു രംഗം അത് ആലോചിക്കും. ഇവിടെ ഒബീട്ടോ അവൻ പറയും, നാഗട്ടോയെ ഞാൻ തെറ്റിദ്ധരിച്ചു. ആക്ച്വലി അവൻ എന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. അവൻ ജെറയമാവന്റെ നല്ലൊരു ശിഷ്യനാണ്. ഒരു ഷിനോബി എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. 2 ഷിനോബികൾ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയി. ആ തിരിച്ചറിവിലാണ് അവൻ അന്ന് സ്വയം ഇല്ലാതായി അവൻ നശിപ്പിച്ചവരെ എല്ലാവരെയും തിരികെ പിടിച്ചത്. ഒബീട്ടോ അവനിപ്പോ മിനട്ടോയെ നോക്കും. മിനട്ടോ മാസ്റ്റർ, നിങ്ങളുടെ മാസ്റ്റർ ആയിരുന്നില്ലേ
ജിറയ. ആ ജിറയ മാസ്റ്ററാണ് ഇപ്പൊ എന്നെ തോൽപ്പിച്ചത്. ഒബീട്ടോ വീണ്ടും വീണ്ടും അവന്റെ ജിപ്സുവിന്റെ പവർ അത് കൂട്ടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ബ്ലാക്ക് സെഡ്സു അത് ഫൗണ്ടേഷൻ തല്ലി തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. അതിനുശേഷം ഒബീട്ടോയുടെ ബോഡിയിൽ അത് കൈവെക്കും. ഇവിടെ മാധുരയാണെങ്കിൽ ഫുൾ ഫോമിൽ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ആസറാമയെ സപ്പോർട്ട് ചെയ്യാൻ നറൂട്ടോ സായോടനായും അവർ രണ്ടുപേരും നിവർത്തി വെച്ച് അതിൽ സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഉടനെ മാധുര അവനിപ്പോ കുട്ടപ്പനെ നോക്കി ചിരിക്കും. മാധുര പറയും, ആക്ച്വലി എനിക്ക് നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീയുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തതിൽ എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു. നീ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഒബീട്ടോയുടെ ബോഡിയിലെ ബീസ്റ്റുകളെ എങ്ങനെ പുറത്തിറക്കും എന്നാലോചിച്ച് ഞാൻ ഒരുപാട് നേരെ തല പുകയ്ക്കായിരുന്നു. പക്ഷെ നീ എനിക്ക് അത് ഈസി ആയിട്ട് ചെയ്തു തന്നു. ഇപ്പൊ ഒബീട്ടോയുടെ ബോഡി അത് വീക്കാണെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒബീട്ടോയെ കാണിക്കും. ആ ബ്ലാക്ക് സെഡ്സു അതിപ്പോ മുഴുവനായിട്ടും ഒബീട്ടോയുടെ ബോഡിയിലേക്ക് അബ്സ്ട്രാക്റ്റ് ആവുകയാണ്. ബ്ലാക്ക് സെഡ്സ് പറയും, ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലവും ഞാൻ നിന്റെ കൂടെ നടന്നത്. നിന്റെ ബോഡി അതെനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അത് വീണ്ടും ഒബീട്ടോയുടെ ഉള്ളിലേക്ക് പോവും. ഇവിടെ സായുടെ സീലിംഗ് ജിപ്സു അതൊരു കടുവയായി മാറി മാധുരയെ അങ്ങനെ കാട്ടിച്ചു പറിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. മാധുര അവനൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് അവനിപ്പോ അവന്റെ ബോഡി അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത സെക്കൻഡ് മാധുര റീവൈവായി ഇപ്പൊ റിയൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞു. ഉടനെ സായുടെ സീലിംഗ് ജിപ്സു അതങ്ങനെ തകർന്ന് ദൂരേക്ക് തെറിച്ചു പോവും. മറ്റൊരു ഭാഗത്ത് ഒബീട്ടോയുടെ ബോഡിയിൽ നിന്ന് ആ ബ്ലാക്ക് സെഡ്സു അതങ്ങനെ രണ്ടായിട്ട് പിളരും. കറക്റ്റ് ടൈമിൽ സാസുക അവനിപ്പോ മാധുരയ്ക്ക് മുൻപിലേക്ക് പറന്നു വരും. അവൻ നിലവിളിച്ചു പറയും, മാധുര നീ എന്തൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വീണ്ടും ഇവിടേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആമത്തറാസ് ഫയർ അതുപയോഗിച്ച് സാസുക മാധുരയെ അങ്ങനെ കത്തിക്കുകയാണ്. പക്ഷെ മാധുര അവൻ കൂളായി അവന്റെ ഡ്രസ്സ് ഊരിയെടുത്ത് അത് ദൂരേക്ക് വലിച്ചെറിയും. ആ ഒരു ആമത്രാസ് പവർ സാസുകയുടെ ആമത്രാസ് ഫയർ അത് ആ ഡ്രസ്സിൽ മാത്രമായിട്ട് കത്തിയെരിയും. മാധുര ഇപ്പോ ആസറാമയെ നോക്കും. മാധുര പറയും, ആരുടെ ബോഡിയിലാണോ സെഞ്ചു പവറും ഉച്ചിഹ പവറും ഒരുമിച്ചുള്ളത് അവരായിരിക്കും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള്. അപ്പൊ ആസറാമ കാണും ആസറാമയുടെ സെഞ്ചു പവർ അവൻ ഓൾറെഡി അവന്റെ ബോഡിയിൽ പണ്ടേ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ആസറാമയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ആസറാമ പറയും, അപ്പൊ നീ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടും പ്ലാൻ ചെയ്തിട്ടുമാണല്ലേ ഇവിടുന്ന് അന്ന് കടന്നു പോയത്. മാധുര ക്യാഷ്വൽ ആയിട്ട് പറയും, ഒരിക്കലുമല്ല, ഇതെല്ലാം തന്നെ കോയിൻസിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാനിപ്പോ ഹാപ്പിയാണ്. റിയൽ ലൈഫിലേക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തിരികെ വന്നു എന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കയ്യില് ആഞ്ഞു കടിക്കും. രക്തം അത് പുറത്തേക്ക് പോകുന്നത് കാണുമ്പോ അവന് സന്തോഷാവും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ മാധുര ചാടി വന്ന് നറൂട്ടോയെയും സായയെയും അവർ രണ്ടുപേരെയും ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം ഹാസ്രാമയുടെ ബോഡിയിലെ ആ സേജ് പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. സാസുയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയും നാളും അവൻ കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണ്. സാസുക ഓടി വന്ന് അവന്റെ സ്ക്വാഡ് എടുത്ത് അറഞ്ചം പുറഞ്ചം വീശും. മാധുരയാണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവസാനം സാസുക കത്തിയെടുത്ത് ഇപ്പൊ മാധുരയുടെ കയ്യില് അങ്ങനെ കുത്തി അങ്ങോട്ട് ഇറക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബ്ലാക്ക് സെഡ്സു അവൻ ഒബീട്ടോട് പറയും, നിന്റെ ബോഡി ഇത്രയും നാളും ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. പക്ഷെ ഇനി ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. കാരണം മാധുര അവൻ നിന്റെ ബോഡി ഉപയോഗിച്ച് ഇപ്പൊ തിരികെ എത്തിക്കഴിഞ്ഞു. റെനി പവർ നിനക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ നിന്റെ ജീവൻ അത് നഷ്ടപ്പെടും. പക്ഷെ അതിനു മുൻപ് നിന്റെ ലെഫ്റ്റ് കണ്ണ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് സെഡ്സ് വീണ്ടും ഇപ്പൊ ഒബീട്ടോയുടെ ബോഡിയിലേക്ക് കയറി അങ്ങനെ ഹായായിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ബ്ലാക്ക് സെഡ്സുവെ വലിയൊരു സ്ക്വാഡ് ഉപയോഗിച്ച് അങ്ങനെ വെട്ടി വീഴ്ചയാണ്. ചോച്ചിറ അവനെ വെട്ടി എറിഞ്ഞതിന് ശേഷം മാധുരയാണ് ബ്ലാക്ക് സെഡ്സുവെ ഒബീട്ടോയുടെ ബോഡിയിലേക്ക് കടത്തി വിട്ടത്. കട്ട് ചെയ്ത ബ്ലാക്ക് സെഡ്സ് പറയും, ഇവൻ മരിക്കുന്നത് വരെ ഇവന്റെ ബോഡി ഉപയോഗിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അതേസമയം ഇവിടെ മാധുര അവൻ സാസുകയോട് പറയും, നിനക്കൊരു കാര്യം അറിയോ, ഉച്ചിഹ ക്ലാനില് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ നീയാണ്. ഇപ്പൊ നിനക്ക് സപ്പോർട്ടായി നമ്മുടെ ക്ലാനില് ഞാനും നിന്റെ കൂടെ ഉണ്ട്. ഞാനും നിന്റെ കൂടെ തന്നെ ഉണ്ട്. സോ നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമായി മാറാം. പക്ഷെ സാസുകയാണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഞാൻ വീണ്ടും തെറ്റിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേട്ട് മാധുര അവൻ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാക്കും. ആ ഒരു പൊട്ടിത്തെറിയില്
ഒരുപാട് ഷിനോബികള് അങ്ങനെ മരിച്ചു വീഴും. മാധുര സ്റ്റൈലായിട്ട് ഇപ്പോൾ ഷിനോബിയുടെ നെഞ്ചത്ത് ചവിട്ടി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത മാധുരയുടെ തൊട്ടു മുൻപില് ആ 9 ടൈൽഡ് ബീസ്റ്റുകളും അങ്ങനെ നിൽക്കാണ്. ഇത് മുഴുവൻ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മാധുര അവൻ നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.